ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? കുറച്ച് നേരം ഞാൻ അങ്ങോട്ടേക്ക് ഇട്ട് നോക്കിയിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടോ. വിലമിച്ചിയുടെ വക ഒരു ഹായ് ഒക്കെ തന്നു. പിന്നെ നമ്മുടെ ആമ്പൽക്കുളത്തി അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മീനും അതെ നല്ല രീതിയിൽ ഓടിച്ചാടി നടപ്പുണ്ട്. ഞാൻ കൈ വെച്ചപ്പോഴത്തേക്കും 2 മീൻ എൻ്റെ കൈയുടെ അകത്ത് കയറിയിട്ട് അത് നോക്കിക്കോണേ. കണ്ടോ, നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിൽ ഒരില കൊണ്ട് വെച്ചിട്ട് അതൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വിങ്കാർ റോസിൻ്റെ പിങ്ക് കളർ ഇല്ലായിരുന്നു, വൈറ്റ് ഉള്ളായിരുന്നു. പിങ്ക് നമുക്ക് കിട്ടി, വൈറ്റ് ഇതാണ് കേട്ടോ. കുറേ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടൊക്കെ ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ദാ അവിടെ നിൽക്കുന്നു. പിന്നെ ദേ ഇവിടെ വരണം. പിന്നെയും വേറെ സ്ഥലത്തൊക്കെ അതിലുണ്ട് കേട്ടോ. നമ്മുടെ ഈ മഞ്ഞപ്പൊരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ പിടിക്കും. പിന്നെ അല്ലാത്ത കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടു. നമ്മുടെ ഗാർഡന് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ വന്ന പുതിയതായിട്ട് വന്നൊരു പ്ലാന്റാണ്. പിന്നെ നമ്മുടെ റോസയിൽ ഒരു മുട്ട ഉണ്ടായിരുന്നു, അത് ഞാൻ തൊട്ടപ്പോൾ തന്നെ താഴെ പോയി. പിന്നെ സാരിയിലന്ന് ധരിച്ചു, വിഷമമായിരുന്നു, അത് കളഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കാൻ നേരത്ത് വേറെ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മുട്ട എന്തായാലും ചുമ്മാ കളയാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മുട്ട ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു മുട്ട നമ്മൾ പറിച്ചിട്ട് അത് നമ്മൾ കളയുന്നുണ്ട് കേട്ടോ. കളയുകയാണെങ്കിൽ ഈ സാരമൊന്നും ഇല്ലല്ലോ, നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും ഈ പൂക്കൾ. നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ് നല്ല രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട്. കട്ടിൽ വൈൻ്റെ കാര്യം പിന്നെ പറയണ്ട, നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊട്ടി കളഞ്ഞു കേട്ടോ. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ടേ. ഒരു കാര്യം കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ, അത് നമ്മൾ റീപോർട്ട് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ്. പിന്നെ ഉള്ളതെന്ന് പറയുന്ന ലക്കി ബാമ്പു ആണ് കേട്ടോ, യെല്ലോയും ഗ്രീനും. പിന്നെ നമ്മുടെ വിങ്കാർ റോസ് 2 ഇതിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പ്ലാന്റിൻ്റെ പേരെന്ന് എനിക്കറിഞ്ഞൂടെ. ഇത് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ തൈയാണ്. ഇത് നമ്മുടെ ഗ്രീൻ ലക്കി ബാമ്പു. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ റോസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു റോസ് നമ്മൾ കുറേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചുമ്മാ കാണാനായിട്ട് ഇങ്ങനെ എടുത്ത് ചുമ്മാ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലവർ വീസി വെക്കാൻ. കമ്പ് എടുത്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ 2 പീസ് റോസ് എടുത്തത്. ഫ്ലവർ ഉള്ള നോക്കിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഗാർഡനിൽ വെക്കാൻ, നമ്മുടെ റൂമിൽ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ വേണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചു, പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും